നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. സൗദിയിൽ സുരക്ഷാ പരിശോധനയിൽ പിടിക്കപ്പെട്ടവരുടെ എണ്ണം 83,000 കവിഞ്ഞു. 51,000 പേരെ നാടുകടത്തി. നാടുകടത്തുന്നവരുടെ യാത്രാ ചെലവുകൾ സൗദി വഹിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഇറാൻ ആണവ പ്രശ്നത്തിൽ താൽക്കാലിക ധാരണ. ഇറാൻ 6 മാസത്തേക്ക് ആണവ പദ്ധതികൾ നിർത്തിവെക്കും. സാമ്പത്തിക ഉപരോധത്തിൽ അമേരിക്ക ഇളവ് വരുത്തും. ചരിത്രപരമായ അബദ്ധമെന്ന് ഇസ്രയേൽ. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം കരുതലോടെ. ഉത്തര മലബാർ പാക്കേജ് പ്രായോഗികമാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക. പാക്കേജിലുള്ളത് പലപ്പോഴായി പ്രഖ്യാപിച്ച പദ്ധതികൾ. ഇടതു സർക്കാരിന്റെ കാലത്തെ മലബാർ പാക്കേജും പ്രഭാകരൻ കമ്മീഷൻ ശുപാർശകളും കടലാസിലൊതുങ്ങി. കാസർഗോഡ് ജില്ലയ്ക്കായി പലപ്പോഴായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ അനുവദിച്ചത് 35 കോടി മാത്രം. പന്തിരിക്കര സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ നേതാവിനെതിരെ ഉയർന്ന ആരോപണം അന്വേഷിച്ചിട്ടില്ലെന്ന് KMCC-യുടേത് രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും ജീവകാരുണ്യ പ്രവർത്തനമാണെന്നും KMCC ജനറൽ സെക്രട്ടറി. ദേശീയപാത വികസനത്തിന്റെ പേരിൽ വീട് നഷ്ടമാകുന്ന വെളിയങ്കോട് നിവാസികൾ ബഹ്റൈനിൽ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 18 സ്വർണവുമായി പാലക്കാടിന്റെ മേധാവിത്വം തുടരുന്നു. AS അഞ്ജുവും KP അശ്വിനും വേഗമേറിയ താരങ്ങൾ. ഇന്ന് 2 മീറ്റർ റെക്കോർഡുകൾ. കടലാസിലൊതുങ്ങിയ ഇടതു സർക്കാരിന്റെ മലബാർ പാക്കേജിനും കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമായ പ്രഭാകരൻ കമ്മീഷൻ ശുപാർശകൾക്കും പിന്നാലെയാണ് ഇപ്പോൾ ഉത്തര മലബാർ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തര മലബാറിന്റെ വികസനത്തിനായി 8,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നാണ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ പ്രഖ്യാപനം. കണ്ണൂരിൽ മാധ്യമം ദിനപത്രം സംഘടിപ്പിച്ച സെമിനാറിലാണ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉത്തര മലബാറിൽ 8,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പാക്കേജിൽ പറയുന്ന പല പദ്ധതികളും പലപ്പോഴായി പ്രഖ്യാപിച്ചിട്ടുള്ളവയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി KSTP 2ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡുകൾ, നഗരവികസന പദ്ധതികൾ, സംസ്ഥാന റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഉത്തര മലബാറിലെ 335 കോടിയുടെ പദ്ധതികൾ, നേരത്തെ തന്നെ പണം വകയിരുത്തിയ ഫിഷിംഗ് ഹാർബറുകൾ തുടങ്ങിയവ പാക്കേജിലുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മലബാർ ജില്ലകൾക്കായി അനുവദിക്കുന്ന സർക്കാർ വിഹിതം ചേർത്താണ് മലബാർ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇതിന് സമാനമാണ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെയും പ്രഖ്യാപനമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംസ്ഥാന ബജറ്റിൽ കാസർഗോഡ് ജില്ലയുടെ വിഹിതം 4% നിന്ന് 8% വർദ്ധിപ്പിക്കണമെന്ന് ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ ശുപാർശ നൽകിയിരുന്നു. ഇത് നടപ്പിലായിട്ടില്ല. കാസർഗോഡ് ജില്ലയ്ക്കായി 11,123 കോടിയുടെ പദ്ധതികൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഇതുവരെ അനുവദിച്ചത് 35 കോടി രൂപ മാത്രമാണ്. മീഡിയ 1 കാസർഗോഡ്. ഉത്തര മലബാറിന്റെ വികസനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി 8,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉത്തര മലബാറിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ പാക്കേജിന് കഴിയുമോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു AP അബ്ദുള്ളക്കുട്ടി MLA. അദ്ദേഹം ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ ഫറൂഖ്, അദ്ദേഹം മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെയും KMCC പ്രതിനിധി SAM ബഷീറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ AP അബ്ദുള്ളക്കുട്ടിയിലേക്ക്. ശ്രീ അബ്ദുള്ളക്കുട്ടി, താങ്കൾ ഒരു ലേഖനത്തിൽ എഴുതിയത് വായിച്ചിരുന്നു. മലബാറിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് പല പ്രശ്നങ്ങളും കടന്നു വരുന്നുവെന്ന്. താങ്കൾക്ക് കണ്ടെത്താനായിട്ടുണ്ടോ? എന്താണ് മലബാറിന്റെ വികസനം ചർച്ചയാകുമ്പോൾ നമ്മളടക്കമുള്ളവർക്ക് വരുന്ന ഈ പ്രതിസന്ധി? വടക്കൻ മലബാറിൻ്റെ വികസനം എന്ന വിഷയത്തിൽ മാധ്യമം കുടുംബം സംഘടിപ്പിച്ച സെമിനാർ എല്ലാ അർത്ഥത്തിലും നന്നായി. അതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിലെ മലബാർ ഉൾപ്പെടെ കേരളത്തിൻ്റെ ഒരു മുരടിപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ള പങ്ക് പോലെ തന്നെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. കാരണം നമ്മളെടുക്കുന്ന വികസന വിരുദ്ധ നിലപാട്, അതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ, അതിൻ്റെയൊക്കെ ഫലമായി വടക്കൻ മലബാർ ഉൾപ്പെടെ നേരിടുന്ന കുറേ വികസന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വടക്കൻ മലബാറിലെ ഒരു സംഗതി ഞാൻ പറയാം. ഇപ്പോൾ സെമിനാറുകൾക്ക് അവിടെ പഞ്ഞമൊന്നും ഉണ്ടായിട്ടില്ല. പാഠ്യം ഗവേഷണ കേന്ദ്രം ഒരു സ്ഥിരം സെമിനാറുകാരാണ് CPM നിയന്ത്രണത്തിൽ. ചേംബർ ഓഫ് കോമേഴ്സ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെമിനാർ സംഘടിപ്പിക്കുന്നവരാണ് കണ്ണൂരിൽ. അതുപോലെ തന്നെ
അവിടുത്തെ പ്രസ് ക്ലബ്ബ് ഒരുപാട് സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സെമിനാറുകൾ ഉരുത്തിരിഞ്ഞ് രൂപം കൊണ്ടിട്ടുള്ള 2 സ്ഥാപനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രണ്ടും കേന്ദ്ര ഗവൺമെൻറ് അവിടെ സ്ഥാപിച്ചതാണ്. ഒന്ന് തളിപ്പറമ്പ് നാടുകാണിയിലെ 125 ഏക്കറയിൽ സ്ഥാപിച്ച 67 കോടി രൂപ ചെലവാക്കി സ്ഥാപിച്ച കിൻഫ്രയുടെ കേന്ദ്ര ടെക്സ്റ്റൈൽ പാർക്കാണ്. അത് സ്ഥാപിച്ചിട്ട് ആകെ 4 യൂണിറ്റ് പേരിന് വന്നു. 67 ആൾക്കാർ ജോലി കിട്ടിയത്. എന്നാൽ ഇതേ സമയത്ത് ന്യൂ തിരുപ്പൂരിൽ വന്ന ടെക്സ്റ്റൈൽ പാർക്കിൽ 54 യൂണിറ്റുകൾ വന്നു. ഫാബ്രിക് ടെക്സ്റ്റൈൽ മേഖലയിൽ ഏകദേശം 3500 ആളുകൾക്ക് നേരിട്ട് ജോലി കിട്ടുന്നു. എന്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് കണ്ണൂരിലെ ടെക്സ്റ്റൈൽ മേഖലയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞ വ്യവസായികളും സൊസൈറ്റികളും എല്ലാം പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ച കണ്ണൂരിലെ തളിപ്പറമ്പിലെ നാടുകാണി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് കോടികൾ ചെലവാക്കിയ മിഷനറികൾ, കോമൺ ഫെസിലിറ്റികൾ എന്തുകൊണ്ട് തുരുമ്പിക്കുന്നു? പേടിയൂണിനിസമാണോ? അല്ലെങ്കിൽ കണ്ണൂരിലെ അക്രമ സംഘർഷാവസ്ഥകളാണോ? അല്ലെങ്കിൽ വ്യാപാരികളുടെ അല്ലെങ്കിൽ വ്യവസായികളുടെ ഔട്ട്സോഴ്സിങ് സമീപനങ്ങളാണോ? എന്താ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, മാങ്ങാട്ടുപറമ്പിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. ഇൻലാൻഡ് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ. കണ്ണൂരിലെ ഇറക്കുമതി കയറ്റുമതിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. 5 ഏക്കർ സ്ഥലത്താണ്. കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഉണ്ടാക്കിയതാണ്. അതും തുരുമ്പിച്ച് കിടക്കുകയാണ്. 2 ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. വടക്കൻ മലബാറിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപിച്ച സംഭവങ്ങൾ തുരുമ്പിച്ച് കിടക്കുന്നു. അപ്പം വടക്കൻ മലബാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു വികസനം നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു സംഗതി ഞാനിവിടെ പറയാം. ഒന്ന്, പേടി യൂണിയനിസം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അക്രമരാഷ്ട്രീയം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുടെ നിലപാട് ഉൾപ്പെടെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അടിസ്ഥാന പ്രശ്നം എനിക്ക് തോന്നിയത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കുറവാണ്. ശ്രീ ഫസൽ ഗഫൂർ, അബ്ദുള്ളക്കുട്ടി MLA പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മലബാറിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് അക്രമ രാഷ്ട്രീയം, മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിലുള്ള പാളിച്ചകൾ. ഒരുപക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഈ 2 പ്രശ്നങ്ങൾ മാത്രമാണോ മലബാറിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്? അതൊരിക്കലുമല്ല. കാരണം ഞാനിപ്പോ തെലങ്കാനയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പൊ തെലങ്കാന വികാരം കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 സംസ്ഥാനങ്ങൾ 2 വശത്തു നിന്നാണ്. ഒരു ബ്രിട്ടീഷ് അധീനത്തിലുണ്ടായിരുന്ന കോസ്റ്റൽ ആന്ധ്രയും അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടായിരുന്ന നിജാമിന്റെ കീഴിലുണ്ടായിരുന്ന. അപ്പൊ അതേമാതിരി ഒരു പശ്ചാത്തലത്തിലാണ് ഈ മലബാറും തിരുകൊച്ചിയും വരുന്നത്. മറ്റ് മഹാരാജ ഭരണം ഇവിടെ ബ്രിട്ടീഷ് മഹാരാജ. ആ കാലഘട്ടം തൊട്ടിട്ട് തന്നെ ഇവിടെ ഡെവലപ്മെന്റ് പുറയിലാണ്. പിന്നെ അത് മാത്രമല്ലല്ലോ, അക്രമരാഷ്ട്രീയമൊന്നുമല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ടൂറിസം എടുത്തു നോക്കിയാലോ, എന്തെങ്കിലും ഒരു ടൂറിസം മലബാറിലുണ്ടോ? നമുക്ക് എടുത്തു നോക്കാലോ. മൂന്നാർ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുമരകന്മാർ ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇല്ലേ കോഴിക്കോട് ടൗണിൽ തന്നെ നമ്മളിവിടെ കോഴിക്കോട് പുഴയുണ്ട്, കോഴിക്കോട് നദിയുണ്ട്. കോഴിക്കോട് 40 കിലോമീറ്റർ പോയിട്ട് നല്ല തരത്തിലുള്ള നമ്മുടെ ഇതുണ്ട്, ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷനുകളുണ്ട്. മൂന്നാർ ഇത്ര ദൂരം ആൾക്കാർ പോകുമ്പോൾ കോഴിക്കോട് ആൾക്കാർ പോകാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഞാൻ ഒരൊറ്റ മേഖല എടുക്കാം, അങ്ങനെ എല്ലാ മേഖല എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേമാതിരി തന്നെ എയർപോർട്ട് എടുക്കാം. കോഴിക്കോട് നിന്ന് എന്തുകൊണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളില്ല? കോഴിക്കോട് നിന്ന് എന്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ഇല്ല? തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഞങ്ങൾ ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പോകാനായിട്ട് ഒരു ഫ്ലൈറ്റ് ഇല്ല. അപ്പൊ തിരുവനന്തപുരത്ത് അതേസമയം ഇനി ബെഞ്ച് ഇടാൻ പോകുന്നത് കോടതിയുടെ തിരുവനന്തപുരത്താണ്. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു തെലങ്കാന മോഡൽ സിറ്റുവേഷനാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറൊന്നും വേണ്ട, കാറിൽ അങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ റോഡിന്റെ തന്നെ കോംപ്ലക്ഷൻ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. റോഡിൽ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ റോഡ് നാരോ, വളരെ ഇടുങ്ങിയ റോഡുകളാണ് അതിലൂടെ പോയി മലബാറിലോട്ട് പോയി. ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ PAV അബൂബക്കർ അദ്ദേഹം മസ്കറ്റിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അബൂബക്കർ, ഒരുപക്ഷെ കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടുന്ന മേഖലകളിലൂടെ കേരളത്തിലേക്ക് പ്രധാനമായും വിദേശ നാണ്യം എത്തിക്കുന്നത് ഈ 2 മേഖലകളിൽ നിന്നാണ്, പ്രധാനമായും കാസർഗോഡ്. എന്നിട്ടും പ്രവാസികളടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ പോലും ഇപ്പോഴും ജലരേഖയാകുന്നു. അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ ഇതുവരെ നടപ്പായിട്ടില്ല. താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ?
വിഷയം ഉത്തര മലബാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചർച്ചയിൽ തീർച്ചയായിട്ടും പ്രവാസി മലയാളികൾക്ക് പ്രാതിനിധ്യം കൊടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ പ്രവാസി സമൂഹം എന്നും വളരെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസി സമൂഹത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും എല്ലാ ആകാംക്ഷകളും നെഞ്ചിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഇന്നത്തെ UDF സർക്കാർ അതിനൊരു പ്രതീക്ഷ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഉത്തര മലബാറിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഉത്തര മലബാർ അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. കാരണം വളരെ ഏറ്റവും ജനസാന്ദ്രതയുള്ള, ഒരുപാട് ഭൂമിശാസ്ത്രപരമായി ഒരുപാട് വികസന സാധ്യതയുള്ള ആ പ്രദേശം പലപ്പോഴായി അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രഗത്ഭനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം ഇന്നത്തെ പ്രഖ്യാപനം, കണ്ണൂരിൽ നിന്ന് നടത്തിയ പ്രഖ്യാപനം വളരെ സന്തോഷപൂർവ്വം പ്രവാസി സമൂഹത്തിന്റെ പ്രതിനിധി എന്നുള്ളതിൽ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി ശ്രീ അബ്ദുള്ളക്കുട്ടി MLA-യിലേക്ക്. ശ്രീ അബ്ദുള്ളക്കുട്ടി, കണ്ണൂർ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ സംഭാവന ചെയ്തിട്ടുണ്ട്, ഒരുപാട് കലാ സംസ്കാരങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സർക്കാരിന്റെ പട്ടികയിൽ ഈ വടക്കൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് നൽകുന്ന പല പദ്ധതികളിലും അളവ് കുറവാണ്. ഒരുപക്ഷെ പ്രഭാകരൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പോലും ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ നൽകുന്ന 4% 8% ആക്കണമെന്ന നിർദ്ദേശം അടക്കം വരുന്നു. എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിൽ ഒന്നും ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല? മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ പുതിയ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പഴയ ആളെ കുറ്റപ്പെടുത്തുകയല്ല. കേരളം ഏറ്റവും കൂടുതൽ ഭരിച്ച നായനാറും കരുണാകരനുമൊക്കെ കണ്ണൂരുകാരായിരുന്നു. വേണമെങ്കിൽ പി കെ വാസുദേവൻ നായർക്കും കണ്ണൂർ ബന്ധമുണ്ട്. പക്ഷേ അവരൊക്കെ നല്ല ശുദ്ധരായിട്ടുള്ള ആളുകളാണ്. ഒരുപക്ഷെ അവരെ ശുദ്ധത കൊണ്ട് തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥ നേതൃത്വം നമ്മുടെ വികസന പരിപാടികൾ പങ്കുവെക്കുമ്പോൾ മലബാറിനെ അവഗണിച്ചത് കൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. വേണമെങ്കിൽ പഴയ മഹാന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. പക്ഷേ ഒരു അവഗണന മലബാറിനോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ വലിയ പരിഗണന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമ സെമിനാറിൽ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞതുപോലെ 8,000 കോടി രൂപ മലബാറിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതിനിടയിൽ ബഹുമാനപ്പെട്ട AK ആൻ്റണി നാവൽ അക്കാഡമിയുടെ 2ാം ഘട്ടത്തിൻ്റെ ഒരു ചടങ്ങിൽ പറഞ്ഞത്, ഇനി വികസനം വരാൻ പോകുന്നത് വടക്കൻ മലബാറിൽ മാത്രമായിരിക്കും. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, അതിന് പ്രധാന കാരണം കേരളത്തിൽ വികസനത്തിന് സ്ഥലം ആവശ്യമാണ്, ഭൂമി ആവശ്യമാണ്. ഇഷ്ടം പോലെ ഭൂമിയുള്ളത് വടക്കൻ മലബാറിലാണ്. അദ്ദേഹം വെറുതെ പറയുകയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നാവൽ അക്കാഡമി, അതുപോലെ തന്നെ കോഴിക്കോട് ഡിഫൻസിൻ്റെ കാസർഗോട്ടെ ഡിഫൻസിൻ്റെ ഒരു സ്ഥാപനം, അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഇരിണാവിൽ വരുന്ന ഡിഫൻസിൻ്റെ തന്നെ മറ്റൊരു ട്രെയിനിങ് സെൻറ്റർ. ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പരിഗണനകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഫണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ വികസനങ്ങൾ വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം. അതിൽ പ്രധാന റോഡാണ്. ഇപ്പം ഇവിടെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞു റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നത് മൊയ്തു പാലം അല്ലെങ്കിൽ മാഹി തലശ്ശേരി ഈ ബോട്ടൽ നെക്ക് കടന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോലും പ്രയാസകരമാണ്. അപ്പോൾ റോഡ് വികസനം ഇപ്പം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള 8,000 കോടി വികസനത്തിൽ 1,200 കോടി എന്ന് പറയുന്നത് വളവട്ടണം വെങ്ങളം 4 വരി റോഡാണ്. ആരാ 4 വരി റോഡിനെതിര്? 1,200 കോടി രൂപ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ റോഡ് വികസന വിരുദ്ധന്മാരൊക്കെ ഒന്ന് സഹായിക്കണം.
ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി, അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി താങ്കളോട് ചോദിച്ചോട്ടെ. ഇന്നലെ 8000 കോടി രൂപയുടെ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. വളരെ നല്ല കാര്യം, ഇവിടുത്തെ ജനങ്ങൾ ഏറെ സ്വാഗതം ചെയ്ത ഒരു കാര്യം കൂടിയാണ്. പക്ഷേ മന്ത്രി പ്രഖ്യാപിച്ച പല പദ്ധതികളും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതും ഇപ്പോൾ പണി നടന്നു വരുന്നതുമാണ്. ഇപ്പോൾ അദ്ദേഹം പുതുതായി ഒരു 8 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് അത്ഭുതമാണുള്ളത്? അല്ല, അതിൽ ഞാൻ പറയട്ടെ, വളവട്ടണം വെങ്ങളം 1200 കോടി രൂപയുടെ 4 വരി പാത വന്നാൽ തന്നെ അതിൻ്റെ ചുറ്റും വികസനങ്ങൾ സ്വാഭാവികമായി വരും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഗൾഫിൽ എഡിഷനിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. UAE ഷെയ്ഖ് ആദ്യം ഉണ്ടാക്കിയത് എമിറേറ്റ്സ് റോഡാണ്, പിന്നെ നല്ലൊരു എയർപോർട്ട് ഉണ്ടാക്കി, ബാക്കി വികസനങ്ങളിൽ അതിന് പിറകെ വന്നു എന്ന് പറയുന്നത് പോലെ വടക്കൻ മലബാർ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മൂലയേ ഉള്ളൂ, അതിന് നല്ല റോഡ് വേണം. പിന്നെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ 1000 കോടി സിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കും. വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അത്, പുതിയ പദ്ധതിയാണ്. അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി പിലാത്തറ റോഡ് KSTPയിൽ 200 കോടി രൂപയുടേതാണ്. അതുപോലെ തന്നെ തലശ്ശേരി വളവുപാറ വാർഡ് 250 കോടി രൂപയുടെ KSTP റോഡാണ്. കുറേ പദ്ധതികൾ പുതുതായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഗവൺമെൻറ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ, എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായ അമിതമായ അല്ലെങ്കിൽ തീവ്ര പരിസ്ഥിതിവാദം അല്ലെങ്കിൽ വികസന വിരുദ്ധ സമീപനങ്ങൾ. തിരിച്ചുവരാം താങ്കളിലേക്ക്. കളത്തിൽ ഫറൂഖ്, അദ്ദേഹം മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ കളത്തിൽ ഫറൂഖ്, ഇപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാണിച്ച പോലെ പദ്ധതികൾ ഒരുപാടുണ്ട്. പക്ഷേ അമിതമായ പരിസ്ഥിതി തീവ്രവാദവും ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നടക്കാതെ പോകുന്നത് എന്നാണ്. സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള പല തടസ്സങ്ങൾ കാരണം അവ നടക്കാതെ പോകുന്നു എന്നാണ് MLA പറയുന്നത്. അതിനു മുമ്പ് ഈ നേരത്തെ പറഞ്ഞ സംഗതിയിലേക്ക് തിരിച്ചു വരാം. മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ എന്നുള്ളത് വളരെ വലിയ ഒരു ക്യാൻവാസിൽ നമ്മൾ വായിക്കേണ്ടതാണ്. ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ച 8000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുന്നത് ഉത്തര മലബാർ എന്ന് പറയുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. എന്നാൽ കോഴിക്കോട് മുതൽ അങ്ങോട്ടുള്ള ജില്ലകൾ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ അത്തരം വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്നതോടൊപ്പം തന്നെ അതിനുമേറെ വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യക്ഷേമത്തിൻ്റെ രംഗത്ത്, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് മേഖലകളിൽ മലബാർ വളരെ പിന്നോക്കമാണ് എന്നുള്ള വസ്തുത ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഉദാഹരണത്തിന് ജോയിന്റ് വില്ലേജുകളുള്ള ഏക ജില്ല എന്ന് പറയുന്നത് കാസർഗോഡും പാലക്കാടുമാണ്. 5ഓളം വില്ലേജുകൾ ഒരു കൊടക്കീഴിൽ തന്നെ ഇച്ചിലങ്കോട് വില്ലേജ് കാസർഗോഡ് ജില്ലയിലാണ്. 35ഓളം ഗ്രൂപ്പ് വില്ലേജുകളാണ് കാസർഗോഡുള്ളത്, 10ഓളം ഗ്രൂപ്പ് വില്ലേജുകളാണ് പാലക്കാടുള്ളത്. അതുപോലെ തന്നെ 8ഓളം ജില്ലകൾ താലൂക്കുകൾക്കുള്ള ആവശ്യമുണ്ട്. നിലവിൽ നമുക്കറിയാം പയ്യന്നൂർ താലൂക്കിൻ്റെ ആവശ്യമുണ്ട്, പേരാമ്പ്ര താലൂക്കിൻ്റെ ആവശ്യമുണ്ട്, മലബാറിൽ തന്നെ പുതിയ 8 താലൂക്കുകളുടെ ആവശ്യമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും നമുക്കറിയാം ഇന്ത്യയുടെ ലോക്സഭാ മണ്ഡലങ്ങളെക്കാൾ ഏറെ ജില്ലകളുടെ എണ്ണം ഉള്ള സംസ്ഥാനങ്ങളാണ്. ഗുജറാത്ത് ആണെങ്കിലും രാജസ്ഥാനാണെങ്കിലും ഗുജറാത്തിൽ 25 ജില്ലകളിൽ 25 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള ഭാഗത്ത് 33 ജില്ലകളുണ്ട്. ഒറീസയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. കർണാടകയിൽ 28 ലോക്സഭാ മണ്ഡലങ്ങളോടത്ത് 27 ജില്ലകളുണ്ട്. തീർച്ചയായിട്ടും മലബാറിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഡിവിഷനുകളുടെ പുനഃക്രമീകരണത്തിൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വിഭവങ്ങളുടെ വികേന്ദ്രീകരണമായ വിതരണവുമായി ബന്ധപ്പെട്ട് ജില്ലകൾ ആവശ്യമാണ്, പുതിയ താലൂക്കുകൾ ആവശ്യമാണ്. 1466 വില്ലേജുകളിൽ കേവലം 661 വില്ലേജുകൾ മാത്രമാണ് നിലവിൽ മലബാറുള്ളത്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് വില്ലേജുകളാണ് കാസർഗോഡും പാലക്കാടും ഉള്ളത്. 21 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 19 എണ്ണവും തിരുക്കൊച്ചിയിലാണ്. 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 2ഉം പാലക്കാടുള്ളത്. പുതിയതായെന്ന കോച്ച് ഫാക്ടറിയെ കുറിച്ച് ഒന്നും തന്നെ ഇതുവരെയും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളമാണ് ഇന്നലെ സെമിനാറിൽ പങ്കെടുത്ത എല്ലാ ആളുകളും മുഖ്യമായി ഉന്നയിച്ച ഒരു സംഗതി. അതിന്റെ ഭാഗമായി പറയട്ടെ, വാണിജ്യ വ്യവസായ രംഗത്തുള്ള കയറ്റുമതിയും ഇറക്കുമതിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമുക്കറിയാം കൈത്തറി മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടങ്ങളുള്ള ഒരു മേഖലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഒറ്റ കശുവണ്ടി സംസ്കരണ ഫാക്ടറിയും കാസർഗോഡ് ജില്ലയിലില്ല. കേരളത്തിൽ 30 കശുവണ്ടി സംസ്കരണ ഫാക്ടറിയിലുള്ളത് 29 എണ്ണവും തിരുക്കൊച്ചിയിലാണ്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാനപരമായ വിഷയങ്ങൾ പോലും ഇപ്പോഴും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമെടുത്താൽ +2 കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു കോളേജ് പഠനത്തിന് വേണ്ടി ആശ്രയിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവ്. കോളേജുകളിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരാകട്ടെ
വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ജില്ലകൾ തേടി പോകുന്ന അവസ്ഥയുമുണ്ട് കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇനിയും അധികൃതരുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കുകയല്ലേ വേണ്ടത്? വിമാനത്താവളം വരുന്നു അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നതിനപ്പുറം വിദ്യാഭ്യാസമടക്കമുള്ള സൗകര്യങ്ങളല്ലേ ഒരുപക്ഷെ ആദ്യം ഈ 2 ജില്ലകളിലും ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതെ, ഞാൻ ആദ്യം 2 കാര്യത്തിലോട്ട് നടക്കാം. ഒന്ന് വിദ്യാഭ്യാസ രംഗം, രണ്ടാമതായിട്ടുള്ള ഈ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് NRI നിക്ഷേപം, സ്വകാര്യ രംഗത്ത് മീൻസ് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ നടത്തുന്നത്, അത് വിദ്യാഭ്യാസത്തിലുള്ള നടക്കാം. വിദ്യാഭ്യാസം, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളും കോളേജുകളാണ്. ഇപ്പൊ 180 എയ്ഡഡ് കോളേജ് ഉള്ളതിൽ കേരളത്തിൽ എത്ര കോളേജുകൾ മലബാറിലുണ്ട്? ഈ ഗവൺമെന്റ് കോളേജിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷെ എയ്ഡഡ് കോളേജുകളുടെ കാര്യം വരുമ്പോൾ ഏകദേശം ഇരട്ടിയാണ് തിരുവച്ചൂരിലുള്ളത്. അപ്പോ അത് അങ്ങനെ ആ എയ്ഡഡ് കോളേജുകൾ ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ട ഉടനെ അത് വർഗീയവൽക്കരിക്കപ്പെടുകയാണ്. എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടു പോയാൽ മലബാറിലോട്ടോ മലപ്പുറത്തോ ഉടനെ പറയുന്നത് വർഗീയവൽക്കരണമാണ്. ഇവിടെ NSS അടക്കമുള്ള ലോബികൾ അത് പരത്തുകയാണ്. മനസ്സിലല്ലേ? നമ്മളത് അവതരിപ്പിക്കുന്ന രീതി തെറ്റാണോ അല്ലെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ മലബാറിലോട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേനും ഉടനെ പ്രശ്നമായി. അപ്പൊ ഈ എയ്ഡഡ് മേഖല നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഹൈസ്കൂളുകളുടെ എണ്ണം, +2 സീറ്റുകളുടെ എണ്ണം, എയ്ഡഡ് കോളേജുകളുടെ എണ്ണം, ഇതിലെല്ലാം മലബാർ പുറകോട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിനായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു പഠനം, എന്റെ ഒരു ഓർമ്മശേഖരം, ഞങ്ങളൊക്കെ മുമ്പ് SIയോടെ ഒരു പഠനം ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതുമാതിരി ഒരു പഠനം നടത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിലപ്പോൾ നമ്മൾ സമരം മുറകളായിട്ട് പോകേണ്ടി വരും. അതടക്കട്ടെ. രണ്ടാമത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കുക. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ 2 വ്യക്തികളുടെ മാത്രമേ ഞാൻ പേരെടുക്കുക, കാരണം എല്ലാവരും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗൾഫാർ മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്? അദ്ദേഹത്തിന്റെ ഹോട്ടലുകൾ ഈ മെറിഡിയൻ കൊച്ചിയിൽ, അദ്ദേഹത്തിന്റെ വലിയ ഹോട്ടൽ മറ്റു തിരുവനന്തപുരത്ത് അദ്ദേഹം തുടങ്ങി. ഇതിന്റെ നമ്മുടെ യൂസഫ് അലിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ എവിടെയാണ് നടക്കുന്നത്? അത് യൂസഫ് അലി തന്നെ കോഴിക്കോട് സ്ഥലം വാങ്ങിച്ചിട്ട് അദ്ദേഹം തുടങ്ങുന്നില്ലല്ലോ. അപ്പൊ എന്തായി തകരാറ്? പ്രൈവറ്റ് ആയിട്ട് വരെ മലബാറായിട്ട് ബന്ധം. ഈ യൂസഫ് അലിയും ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ ശരിക്കും മലബാറുകാരാണ്. കാരണം ഇവര് നാട്ടിക മതിലകം എന്ന് പറഞ്ഞ ഏരിയ മലബാറിന്റെ ഭാഗമാണ്. എന്നാൽ കൂടി ഇവരുടെ വരെ ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നത് കംപ്ലീറ്റ് പ്രൈവറ്റ്. നമുക്ക് ഏത് വേണിച്ചാലും എടുക്കാം. ഇപ്പൊ വലിയ മെഡിസിറ്റി വരുന്നുണ്ട്. ആ മെഡിസിറ്റി കൊച്ചിയിലാണ് വരുന്നത്. അപ്പോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലും ചെയ്യുന്നത് അതെന്തുകൊണ്ടാ? ആ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് സൗകര്യമായിട്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ അവിടെ നിന്നുണ്ടാകുന്നു. അല്ലെങ്കിൽ അവിടുത്തെ MG യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്താൽ, ഞാൻ MESന്റെ ഒരു ഉദാഹരണം എടുക്കാം. MESന്റെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാറമ്പള്ളി ആലുവയിലുണ്ട്. അവിടെ നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമുക്ക് കോഴ്സ് സാങ്ഷൻ ആണ്. ഒരു 10-18 കോഴ്സ് അങ്ങോട്ട് സാങ്ഷൻ ആക്കി. ഏകദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ 100 തടസ്സമാണ് അവിടെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ അബ്ദുള്ള കുട്ടി പറഞ്ഞതിൽ എന്തോ രാഷ്ട്രം കൂടി ഉണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തിലോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും വേണ്ടില്ല, പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ഈ 8000 കോടി എന്നൊക്കെ വ്യക്തമാണ്. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ശ്രീ ഫസൽ ഗഫൂർ. PV അബൂബക്കറിലേക്ക്. ശ്രീ അബൂബക്കർ, താങ്കളടക്കമുള്ള പ്രവാസികൾ കോടിക്കണക്കിന് രൂപയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഈ ജില്ലകളിലേക്ക് അയക്കുന്നത്. അത്തരം തുകയൊക്കെ ഈ ജില്ലയുടെ വികസന പ്രവർത്തനത്തിനായി മതിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ പ്രവാസികളുടെ പല നിക്ഷേപങ്ങളും അവര് സ്വന്തം നാട്ടിൽ മുടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ അതിപ്രസരം തന്നെ. ബഹുമാനായ MLA, കണ്ണൂരിന്റെ MLA പറഞ്ഞ പോലെ അമിതമായ രാഷ്ട്രീയ തീവ്രവാദം, പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കണ്ണൂർ ജില്ല പോലുള്ള ഉത്തര മലബാറിനോട് കാണിക്കുന്ന അവഗണന. അവിടെ കൊല്ലങ്ങളായിട്ട് MP ആയിരുന്ന, കാസർഗോഡ് MP ആയിരുന്ന ശ്രീ കരുണാകരനൊക്കെ അദ്ദേഹത്തിന്റെയൊക്കെ വികസനത്തോടുള്ള ആ സമീപനം ആ പ്രദേശത്തെ ആകെ താഴ്ത്തിക്കൊണ്ടു പോകുന്ന ഒരു സമീപനമായിരുന്നു. പക്ഷേ ഇതൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം എപ്പോഴും ആശങ്കയിൽ കഴിയല്ല, എപ്പോഴും അവർ തള്ളിമാറ്റപ്പെടുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം സമീപനത്തിന്റെ പേരിൽ. പക്ഷേ പ്രവാസി സമൂഹം ഇവിടെ കൊതിക്കുന്നത്, പ്രവാസി സമൂഹം ആശിക്കുന്നത് വികസനത്തിന്റെ പേരിലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഒരു സങ്കുചിത മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ വികസനത്തിന്റെ പേരിലെങ്കിലും ഉണ്ടായി പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഗൾഫിന്റെ പ്രത്യേക സാഹചര്യത്തിൽ, കാരണം ഇവിടെ സ്വദേശിവൽക്കരണം ഏറ്റവും അതിഭയാനകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സൗദിയിൽ കഴിഞ്ഞു. അതനുസരിച്ച് ഏത് നിമിഷവും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ ആ നിയമം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉണർന്ന് ചിന്തിക്കാത്തത് പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കളത്തിൽ ഫറൂഖ്, ഇന്നലെ
മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നടത്തിയ പരാമർശം, ഇവിടെ സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നില്ല, അത് തന്നെയാണ് വികസനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സ്വർഗം വിട്ടുതരാം എന്ന് പറഞ്ഞാലും വികസനത്തിനായി ഭൂമി വിട്ടു നൽകാൻ ആളുകൾ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ആളുകൾ ഇത്തരത്തിൽ തയ്യാറാകാത്തത് ഗവൺമെന്റ് അവർക്ക് മതിയായ രീതിയിലുള്ള പുനരധിവാസം, അതിനുള്ള ഉറപ്പ് നൽകാത്തത് തന്നെയല്ലേ? തീർച്ചയായും കണ്ണൂർ വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുത്തത് 1000 ഏക്കറാണ്. മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കിയതുകൊണ്ട് തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ സ്ഥലമെടുപ്പ് വളരെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ്. കണ്ണൂർ പുതിയ സ്റ്റാൻഡിനു വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളാണ് സമാജ്വാദി കോളനിയിൽ വളരെ തിങ്ങി നിരങ്ങി പാർക്കുന്നത്. ആ ജനതയ്ക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തത് സോളിഡാരിറ്റിയാണ്. സമാജ്വാദി കോളനിയിലെ ജനങ്ങൾ കുഴിഞ്ഞത് പുതിയ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്. നെടുമ്പാശ്ശേരിയിലെ വികസനം നമുക്കറിയാം, അതുപോലെ തന്നെ മൂലംപള്ളിയിലറിയാം. നെടുമ്പാശ്ശേരിയിലും മൂലംപള്ളിയിലുമൊക്കെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാത്ത അനുഭവവും കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും ദേശീയ പാതയുമായി ബന്ധപ്പെട്ടാണ് പരിസ്ഥിതി തീവ്രവാദം ബഹുമാന്യനായ അബ്ദുള്ളക്കുട്ടി പരാമർശിക്കുന്നത്. നിലവിൽ 30 മീറ്ററിൽ തന്നെ BOT ഒഴിവാക്കി നിർമ്മിക്കാമെന്ന് കേരളത്തിലെ എല്ലാ സാമൂഹ്യ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും പറഞ്ഞിരിക്കെ 45 മീറ്ററിന് വേണ്ടി വാശി പിടിക്കുന്നത് BOTക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ്. അതാണ് അബ്ദുള്ളക്കുട്ടി പരിസ്ഥിതി തീവ്രവാദമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. തിരിച്ചുവരാൻ താങ്കളേക്ക്. ശ്രീ AP അബ്ദുള്ളക്കുട്ടി, എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയപരമായിട്ട് വളരെ വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർ. അതിനുവേണ്ടി എന്ത് ജീവൻ കൊടുക്കാൻ പോലും അവർക്ക് ഒരു മടിയുമില്ല. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരം വടക്കേ മലബാറിലെ ജനങ്ങൾ പ്രത്യേകിച്ച് എന്തുകൊണ്ട് മൗനാലുക്കളാകുന്നു? എന്തുകൊണ്ട് അവർ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരം തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്തുകൊണ്ട് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല? ഇതിൽ ഒരു മാറ്റം വരണമെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM മാറണം. ഏറ്റവും അവസാനം കേസന്വേഷിക്കുന്ന പോലീസ് ഓഫീസറുടെ ക്വാർട്ടേഴ്സിന് ബോംബെറിഞ്ഞ വാർത്തയാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് ഏറ്റവും അവസാനം കേട്ടത്. അതിനു മുമ്പ് നമ്മൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത് കേട്ടു. അതിനു മുമ്പ് ഷുക്കൂർ വധം കേട്ടു, ചന്ദ്രശേഖരൻ വധം കേട്ടു. അപ്പോൾ വടക്കൻ മലബാറിലെ ഈ അക്രമ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ വടക്കൻ മലബാറിൻ്റെ വികസനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതിൽ പിണറായി വിജയൻ മനസ്സ് വെച്ചാൽ CPMലെ ഇന്ന് കേരളത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പിണറായി വിജയന്റെ സമ്മതം വേണം. ശ്രീ AP അബ്ദുള്ളക്കുട്ടി, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം CPMന്റെ തലയിൽ വെച്ച് കെട്ടുന്നത് ശരിയാണോ? അവർ മാത്രമാണോ അവിടെ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നത്? എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമില്ലേ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കുന്നതിന്? ഉണ്ട്. പക്ഷേ കണ്ണൂരിലെ ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള പാർട്ടി CPM ആണ്. CPMന് തന്നെയാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഖത്തറിൽ നിന്ന് KMCC പ്രതി SAM ബഷീർ ചേരുന്നു. ശ്രീ ബഷീർ, ഒരുപക്ഷെ താങ്കൾ ഇവിടെ നടന്ന ചർച്ച മുഴുവനായി കേട്ടിട്ടുണ്ടാകില്ല. ഇവിടെ അബ്ദുള്ളക്കുട്ടി MLA പറയുന്നത് അക്രമ രാഷ്ട്രീയം, അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിലുള്ള പല പ്രതിസന്ധികളുമാണ് ഇവിടെ വികസനത്തിന് വഴി തുറക്കാത്തത് എന്നാണ്. താങ്കൾ എങ്ങനെ കാണുന്നു? പ്രവാസ ലോകത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടക്കാറുണ്ടോ? നിങ്ങൾക്കിടയിൽ എന്താണ് ഇത്തരത്തിൽ വടക്കൻ കേരളത്തിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്? തീർച്ചയായും നാട്ടിലെ വികസന ചർച്ചകളിൽ ഒരുപക്ഷെ നാട്ടിലുള്ളവരെക്കാളും കൂടുതൽ താല്പര്യവും ആ രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നത് ഇവിടെയൊക്കെ തന്നെയാണ്, ഗൾഫ് മേഖലയിലാണ് പ്രത്യേകിച്ചും. ഈ രാഷ്ട്രീയ അതിക്രമങ്ങളും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും ഒക്കെ ഒരളവ് വരെ ഇതിനൊക്കെ കാരണമാകുന്നുണ്ടെങ്കിലും നമ്മളിതിൽ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വടക്കൻ കേരളത്തിന്റെ ഈ ഒരു വികസനത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഒരു വികസന നദിയാണത്. അത് വടക്കോട്ട് എത്തുമ്പോഴേക്കും വറ്റി ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ 57 വർഷമായിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും ഈ അപര്യാപ്തത എല്ലാം ഉണ്ട്. രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും മലബാർ ഒരിക്കലും പിന്നിലായിരുന്നില്ല. EMS മുതൽ ഇങ്ങോട്ട് എല്ലാ മുഖ്യമന്ത്രിമാരും നമുക്കുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രബലങ്ങളായ 2 രാഷ്ട്രീയ പാർട്ടികളാണ് CPM മുസ്ലിം ലീഗും ഒക്കെ. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്, CPMന്റെ ശക്തി കേന്ദ്രമാണ്. ആ നിലക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കുറവല്ല. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ മലബാറിനുള്ള പ്രകടമായ ഒരു കുറവുണ്ട്.
ആ കുറവാണ് പലപ്പോഴും വികസനം മലബാറിലോട്ട് വടക്കോട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട തടസ്സം സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ കളത്തിൽ ഫറൂഖ്, ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചതുപോലെ വെറും അക്രമ രാഷ്ട്രീയം മാത്രമല്ല എന്തായാലും മലബാറിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വൈര്യം മാറ്റിവെച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിക്കുകയല്ലേ ഇവിടെ വേണ്ടത്? അത് വികസനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന അത്തരത്തിലുള്ള ഒരു വികസനത്തെക്കുറിച്ചല്ലേ ഇനി ചർച്ച നടക്കേണ്ടത് യഥാർത്ഥത്തിൽ? തീർച്ചയായും അക്രമ രാഷ്ട്രീയം എന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ വിഷയത്തെയും മറച്ചു പിടിക്കാനുള്ള ശ്രമം അത് നല്ലതല്ല. നേരത്തെ ഇവിടെ ഗൾഫിലുള്ള പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു വികസന രീതിയാണ്, വികസന നയമാണ് മലബാറിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. നേരത്തെ ബഹുമാനായ ഫസൽ ഗഫൂർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വികസനത്തിന്റെ അടിസ്ഥാന ഉപാധി വിദ്യാഭ്യാസമാണ്. 1999 മുതൽ 2004 വരെ അനുവദിച്ച 54 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മലബാറിന് കിട്ടിയത് ആകെ 6 എണ്ണം മാത്രമാണ്. ഇപ്പോഴും മലബാറിലെ ഒരു കുട്ടി 26 ബിരുദ സീറ്റുകൾക്ക് ഒരു സീറ്റിന് വേണ്ടി 26 കുട്ടികൾ ക്യൂ നിൽക്കുമ്പോൾ കോട്ടയത്ത് ക്യൂ നിൽക്കുന്നത് 3 ആളുകളാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും മലബാർ അനുഭവിക്കുന്നുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന വളരെ വിപുലമായ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് കോഴിക്കോട് ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 2008-ലാണ്. അതിനുവേണ്ടി ശബ്ദം ഉണ്ടാവുന്നില്ല. കൗമാരക്കാരായ പെൺകുട്ടികളുടെ സോഷ്യോ സൈക്കോ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ള കിഷോരി ശക്തി യോജന അത് 500 സ്കൂളുകളിൽ അനുവദിച്ചപ്പോൾ മലബാറിൽ അനുവദിച്ചത് ആകെ 75 സ്കൂളുകളിൽ മാത്രമാണ്. നമുക്കറിയാം, ഇങ്ങനെ അംഗൻവാടി ടീച്ചർമാർക്കുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ 12 എണ്ണത്തിൽ വെറും 4 എണ്ണം മാത്രമാണ് ആ മേഖലയിലുള്ളത്. ഗതാഗതത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, റെയിൽവേ ആണ് ഇന്ന് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയതായിട്ടുള്ളത്. ഷൊർണൂരിൽ നിന്ന് 33 വണ്ടികൾ തെക്കോട്ട് പോകുമ്പോൾ 13 വണ്ടികളാണ് വടക്കോട്ട് വരുന്നത്. തലശ്ശേരി മൈസൂർ റെയിൽപാത ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോഴും ബാംഗ്ലൂരിലേക്ക് സ്വകാര്യ ബസ്സുകൾ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത, ഇങ്ങനെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വ്യക്തമാണ്. സമയപരിധി മൂലം ഇടപെടുകയാണ് ശ്രീ കളത്തിൽ ഫറൂഖ്. ഉത്തരമലബാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി തന്നെ അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത AP അബ്ദുള്ളക്കുട്ടി, ഫസൽ ഗഫൂർ, കളത്തിൽ ഫറൂഖ്, ഒപ്പം പ്രവാസ ലോകത്ത് പങ്കെടുത്ത PAV അബൂബക്കർ, SM റഷീദ്, എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഒരു ഇടവേളയിലേക്ക്. ആണവ പ്രശ്നത്തിൽ ഇറാനുമായി രൂപപ്പെട്ട കരാറിനോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം കരുതലോടെ. പതിറ്റാണ്ടുകൾക്കിപ്പുറം അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ ഇറാനുമായി അടുക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ മുഖ്യമായും വിലയിരുത്തുന്നത്. UAE ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും കരാറിനെ സ്വാഗതം ചെയ്തു. അന്തിമ കരാറിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഇത് മാറട്ടെയെന്ന് ഇന്ന് ചേർന്ന UAE മന്ത്രിസഭാ യോഗവും പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് വെളുപ്പിന് ജനീവയിൽ ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ ധാരണ രൂപപ്പെടുത്തിയ ഉടൻ തന്നെ വിവരം ഔദ്യോഗികമായി ഗൾഫ് രാജ്യങ്ങളെ വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കറി പോയ ദിവസം അബുദാബിയിൽ UAE നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് നൽകിയിരുന്നത്. മേഖലയുടെ സുരക്ഷയ്ക്ക് കരാർ ഏറെ ഗുണം ചെയ്യുമെന്നാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. അതേസമയം ഇറാൻ ആണവ പദ്ധതിക്കുമേൽ കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കുമെന്നും US നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഉടൻ യോഗം ചേർന്ന് ഇറാൻ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നാണ് സൂചന. രാഷ്ട്രീയമായി കരാറിന് അത്ര താൽപര്യത്തോടെയല്ല ഗൾഫ് രാജ്യങ്ങൾ വീക്ഷിക്കുന്നതെങ്കിലും വാണിജ്യ മേഖലയിൽ ഇത് ഗുണപരമായ മാറ്റങ്ങൾക്ക് പാതയൊരുക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. നേരത്തെ പ്രതിവർഷം $24 ബില്യൺ വ്യാപാരമാണ് UAE മാത്രം ഇറാനുമായി നടത്തിവന്നത്. എന്നാൽ ഉപരോധവും മറ്റും കാരണം ഇത് 4 ബില്യണിലേക്ക് മൂക്കുകുത്തി. ഉപരോധത്തിൽ അയവ് ഉറപ്പായതോടെ രണ്ടിടങ്ങളിലെയും വാണിജ്യ കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിലാണ്. ഇറാൻ ആണവ പ്രശ്നത്തിൽ യുദ്ധത്തിന്റെ സാഹചര്യം മാറിയതിനാൽ ഇറാനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസികൾ ഉൾപ്പെടെ സാധാരണ മനുഷ്യരും സംതൃപ്തിയിലാണ്. ഇറാനുമായി രൂപപ്പെട്ട കരാറിനെ സ്വാഗതം ചെയ്യുകയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. അതേസമയം 3 പതിറ്റാണ്ടിനിപ്പുറം ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ കൈകോർക്കുന്നതിനെ ആശങ്കയോടുകൂടിയാണ് ഈ രാജ്യങ്ങൾ വിലയിരുത്തുന്നതും. MCA നാസർ, മീഡിയ 1, ദുബൈ. തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതിക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ മുംബൈ പോലീസിനോട് ആവശ്യപ്പെട്ടു. സഹപ്രവർത്തകയായ യുവതിയെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപയോഗിച്ചുവെന്നതാണ് തരുണിനെതിരെയുള്ള ആരോപണം. അതേസമയം തരുൺ തേജ്പാലിനെ ചോദ്യം ചെയ്യാതെ ഗോവ പോലീസ് മടങ്ങി.
ഗുജറാത്ത് പോലീസിന്റെ നിരന്തര നിരീക്ഷണത്തിന് വിധേയയായ യുവതിക്ക് ബി.ജെ.പി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ഇമെയിലുകൾ അയച്ചതായും വെളിപ്പെടുത്തൽ. ഗുജറാത്തിലെ മുൻ IAS ഓഫീസർ പ്രദീപ് ശർമ്മയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നരേന്ദ്രമോദി അയച്ച മൊബൈൽ ഇമെയിൽ സന്ദേശങ്ങൾ യുവതി തനിക്ക് കാണിച്ചു തന്നതായി പ്രദീപ് ശർമ്മ ഒരു മാധ്യമത്തോട് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. രാജീവ് ഗാന്ധി വധക്കേസിൽ പ്രതിയായ പേരറിവാളിന്റെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ച പറ്റിയതായി CBI മുൻ SP ത്യാഗരാജന്റെ വെളിപ്പെടുത്തൽ. പീപ്പിൾസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിലാണ് ഈ വെളിപ്പെടുത്തൽ. പേരറിവാളൻ വധശിക്ഷയ്ക്ക് അർഹനല്ലാത്തതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നതെന്ന് ത്യാഗരാജൻ മീഡിയ വണ്ണിനോടും പറഞ്ഞു. സൗദി ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധനയിൽ ശനിയാഴ്ച വരെ പിടിക്കപ്പെട്ടവരുടെ എണ്ണം 83,000 കവിഞ്ഞതായി സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. 51,000 പേരെ ഇതിനകം നാടുകടത്തി. കർശനമായ പരിശോധനയെ തുടർന്ന് സുരക്ഷാ വിഭാഗത്തിന് കീഴടങ്ങിയ നിയമവിരുദ്ധരും ഇതിൽ ഉൾപ്പെടുന്നു. സൗദിയുടെ വിവിധ മേഖലകളിൽ പിടിയിലായവരെ ഉടൻ നാടുകടത്താനും നടപടികൾ നടക്കുന്നുണ്ട്. വിരലടയാളം എടുത്ത ശേഷമാണ് നിയമവിരുദ്ധരെ നാടുകടത്തുന്നത്. കരവിമാനമാർഗം കയറ്റി അയക്കുന്ന നിയമവിരുദ്ധർക്ക് യാത്രയ്ക്കുള്ള ചെലവുകൾ രാഷ്ട്രം വഹിക്കും. കരമാർഗം അതിർത്തി രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നതിനായി നിരവധി ബസ്സുകൾ സുരക്ഷാ വിഭാഗം വാടകയ്ക്കെടുത്തിട്ടുണ്ട്. പരിശോധനയുടെ മുന്നോടിയായി സജ്ജമാക്കിയ അഭയകേന്ദ്രങ്ങൾ പിടിക്കപ്പെടുന്നവരെ താമസിപ്പിക്കാൻ അപര്യാപ്തമായ സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്നവരെ താമസിപ്പിക്കാൻ താൽക്കാലിക സ്വഭാവത്തിൽ ഇസ്തിറാഹുകളും വാടകയ്ക്കെടുത്തിട്ടുണ്ട്. മാന്യമായ പെരുമാറ്റവും ഭക്ഷണ താമസ സൗകര്യവുമാണ് അഭയകേന്ദ്രത്തിൽ ലഭിക്കുന്നതെന്ന് സുരക്ഷാ വിഭാഗം ആവർത്തിച്ച് വ്യക്തമാക്കി. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന അവസാനത്തെ വിദേശിയെയും രാജ്യത്തു നിന്ന് കയറ്റി അയക്കുന്നതുവരെ പരിശോധനാ നടപടികൾ തുടരണമെന്നാണ് ആഭ്യന്തരമന്ത്രി അമീർ മുഹമ്മദ് ബിൻ നായിഫ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അസർപുള്ളിയിൽ, മീഡിയ വൺ, ജിദ്ദ. കോഴിക്കോട് സ്കൂൾ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ദോഹയിലെ മുതിർന്ന KMCC നേതാവിനെതിരെ ഉയർന്ന ആരോപണം ഇതുവരെ സംഘടനാ തലത്തിൽ അന്വേഷിച്ചിട്ടില്ലെന്ന് KMCC ജനറൽ സെക്രട്ടറി അബ്ദുൾ നാസർ നാച്ചി വ്യക്തമാക്കി. ആരോപണ വിധേയനായ വ്യക്തി KMCCയുടെ സമുന്നതനായ നേതാവാണ്. KMCCയുടേത് രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും മറിച്ച് ചാരിറ്റിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് സ്കൂൾ സെക്സ് റാക്കറ്റിലെ പ്രതികൾക്ക് ദോഹയിൽ സംരക്ഷണം നൽകിയത് KMCCയുടെ പ്രധാന പ്രവർത്തകനും ദോഹയിലെ വ്യവസായിയുമാണെന്ന ആരോപണം ശക്തമാണ്. ഇതാദ്യമായാണ് KMCCയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണമുണ്ടാകുന്നത്. ആരോപണത്തെ സംഘടനാതലത്തിൽ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് KMCC ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ നാച്ചിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അന്വേഷണം കൂടുതൽ നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആരോപണമുണ്ടായപ്പോൾ ബന്ധപ്പെട്ട വ്യക്തിയെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു. വാർത്തയെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തതെന്നും നാച്ചി വ്യക്തമാക്കി. സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വീട്ടുകാർക്ക് വീട് വയ്ക്കാൻ നൽകിയ തുക KMCCയുടെ ബൈത്തുർ റഹ്മ പദ്ധതിയിൽ നിന്നല്ല നൽകിയത്. ബൈത്തുർ റഹ്മ പദ്ധതി അനുസരിച്ച് അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, KMCC ഇതിൽ എയിം ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനം. നമ്മളിപ്പോൾ ഒരാളെ ആരോപണ വിധേയനായ വ്യവസായി ഇപ്പോഴും സംഘടനയുടെ സമുന്നതനായ നേതാവ് തന്നെയാണെന്നും അബ്ദുൽ നാസർ നാച്ചി കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ വൺ, ദോഹ. റോഡ് വികസനത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെടുന്ന വെളിയംകോട് നിവാസികൾ ബഹ്റൈനിൽ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. വെളിയംകോട് എന്ന ഗ്രാമത്തിൽ മാത്രം പ്രവാസികളുടേതടക്കം നിരവധി വീടുകളാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ നഷ്ടമാകുന്നത്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കേരളത്തിൽ പ്രതിഷേധം പുകയുമ്പോൾ പ്രവാസ ലോകത്തും അമർഷത്തിന്റെ അലയൊലികൾ ഉയരുകയാണ്. ബഹ്റൈനിലെ വെളിയംകോട് നിവാസികളായ ഒരു കൂട്ടം പ്രവാസികൾക്ക് തങ്ങളുടെ ഗ്രാമത്തിൽ മാത്രം 25ഓളം വീടുകൾ പൂർണ്ണമായും 50ഓളം വീടുകൾ ഭാഗികമായും നഷ്ടപ്പെടുന്ന വേദനയാണ് പങ്കുവെക്കാനുള്ളത്. ഞങ്ങളുടെ ഗൾഫ് മലയാളികളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. എന്നെ പോലത്തെ പല ആൾക്കാരും ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഊണും ഉറക്കമൊന്നുമില്ലാണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ രക്ഷിതാക്കള് നടു റോഡിലേക്ക് ഇറങ്ങി വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം ഒന്നും പറയാണ്ട് ഇവിടുത്തെ പലതരം രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരു വിഭാഗം ലീഗുകാർ ഞങ്ങളെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ഞങ്ങളുടെ സഹോദരന്മാർ ലീഗ് ഹൗസിലേക്ക് നയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ തീവ്രവാദികളെന്ന് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഉണ്ടായി. അവിടെയുള്ള ലീഗ് നേതാവിൻ്റെ, ഞങ്ങളെല്ലാവരും വളരെ ആദരപൂർവ്വം കാണുന്ന ലീഗ് നേതാവിൻ്റെ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ പ്രസ്താവനകളും ആ ബോഡി ലാംഗ്വേജും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കി. ജീവിത സ്വപ്നങ്ങൾ തകർക്കുന്ന 45 മീറ്റർ ദേശീയപാത വികസനത്തിനെതിരെ പ്രവാസ ലോകത്തും കൊച്ചു പ്രതിഷേധ കൂട്ടായ്മകൾ രൂപപ്പെടുകയാണ്. തങ്ങളുടെ രാഷ്ട്രീയം മറന്നാണ് പ്രവാസികൾ ഈ കൂട്ടായ്മകളോട് സഹകരിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ നേതാവ് ശ്രീ ആര്യാട മുഹമ്മദ് ഞങ്ങളെ തീവ്രവാദികളെന്ന് ഈ ഒരു നിലക്ക് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല. ഇനിയുള്ള നാളുകളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ബഹ്റൈനിൽ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന പൊന്നാനി നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ.
സൗദി ഇൻഫർമേഷൻ ഫോറത്തിന്റെ മൂന്നാമത് സമ്മേളനം നവംബർ 26 മുതൽ 28 വരെ ജിദ്ദയിൽ നടക്കും. വാർത്താവിതരണ രംഗത്തെ പുത്തൻ പ്രവണതകളെ ഫോറത്തിൽ പരിചയപ്പെടുത്തുമെന്ന് സൗദി ദൃശ്യശ്രവ്യ മാധ്യമ ഉന്നതാധികാര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റിയാദ് നുജൂം അറിയിച്ചു. സൗദി വാർത്താവിതരണ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ അസീസ് മുഹീദ്ദീൻ ഹോജിയുടെ അധ്യക്ഷതയിലാണ് ഫോറം നടക്കുന്നത്. ജിദ്ദ ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിൽ നടക്കുന്ന 3 ദിവസത്തെ ഫോറത്തിൽ അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ദൃശ്യശ്രാവ്യ മാധ്യമ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. സൗദി അറേബ്യയിലെ മാധ്യമരംഗം രൂപത്തിലും ഭാവത്തിലും വളരെ അനുകൂലമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ റിയാദ് നുജൂം പറഞ്ഞു. സൗദി മാധ്യമ മേഖലയ്ക്ക് ഫോറം പുതിയ ചക്രവാളങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിക്കകത്തും പുറത്തുമുള്ള മാധ്യമ പ്രവർത്തകരും മറ്റ് പ്രമുഖരും നയിക്കുന്ന ഓപ്പൺ ഫോറങ്ങളും ചർച്ചാ സമ്മേളനങ്ങളും ഫോറത്തിന്റെ ഭാഗമായി നടക്കും. മാധ്യമ ചരിത്രം വിശദീകരിക്കുന്നതും വാർത്താവിതരണ രംഗത്തെ പുത്തൻ പ്രവണതകളെ പരിചയപ്പെടുത്തുന്നതുമായ പ്രദർശനവും ഫോറത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് അബുദാബിയിൽ ഒരുക്കിയ ഭീമൻ കേക്ക് ശ്രദ്ധേയമാവുന്നു. ഡിസംബർ 2 നടക്കുന്ന 42ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഭീമൻ കേക്ക് ഒരുക്കുന്നത്. UAEയിലെ 7 എമിറേറ്റുകളിൽ ദേശീയ ദിനത്തെ വരവേൽക്കാനുള്ള ആരവങ്ങൾ ഉയരുമ്പോൾ ഏറെ വ്യത്യസ്തമാവുകയാണ് അബുദാബി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബൈയിലെ ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ 5 മീറ്റർ പൊക്കം വരുന്ന കേക്കാണ് ദേശീയ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഇവർ നിർമ്മിച്ചത്. 250 കിലോഗ്രാമാണ് ഇതിന്റെ തൂക്കം. അബുദാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വളരെ ആകർഷകമായ രീതിയിൽ കേക്ക് അലങ്കരിച്ചു വെച്ചത് കാണാം. ഏറെ കൗതുകമുണ്ടാക്കുന്ന ഈ കേക്ക് ഭീമനെ കാണാൻ മാത്രമായി ലുലുവിലെത്തുന്നവർ കുറവല്ല. ഫൗണ്ടർ ഷുഗറും സ്പോഞ്ച് കേക്കുമാണ് ഈ കേക്ക് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 6 തൊഴിലാളികൾ 3 ദിവസത്തെ പരിശ്രമ ഫലമായാണ് ഈ കേക്ക് രൂപപ്പെടുത്തിയത്. ഇങ്ങനെ വിവിധ കാഴ്ചകൾ ഒരുക്കി UAEയുടെ 42ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് UAEയുടെ എല്ലാ മുക്കുമൂലയും. ജവാദ് മുഹമ്മദ്, മീഡിയ 1, അബുദാബി. UAEയിലെ 42ാമത് ദേശീയ ദിനത്തിന്റെ ഭാഗമായി 2 ദിവസം പൊതു അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 1, 2 തീയതികളിലാണ് അവധി. UAE വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന UAE മന്ത്രിസഭയാണ് അവധി പ്രഖ്യാപിച്ചത്. UAEയിലെ എല്ലാവർക്കും ഷെയ്ഖ് മുഹമ്മദ് തന്റെ ദേശീയ ദിനാശംസകൾ അറിയിക്കുകയും ചെയ്തു. ലാഡറിന് കീഴിൽ കോഴിക്കോട് മാങ്കാവിലും മഞ്ചേരിയിലും ആരംഭിക്കുന്ന പാർപ്പിട കൊമേഴ്ഷ്യൽ സംരംഭങ്ങൾക്ക് ദുബായ് ഉൾപ്പെടെ ഗൾഫ് നഗരങ്ങളിൽ ആവശ്യക്കാരേറെയെന്ന് സംരംഭകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിൻബലമുള്ള ലാഡർ ഗ്രൂപ്പിന് പ്രവാസികൾ ഏറ്റവും മികച്ച നേട്ടം ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ലാഡർ ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു. പ്രവാസികളുടെ പണത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സംരംഭങ്ങളാണ് കുറഞ്ഞ കാലത്തിനുള്ളിൽ തങ്ങൾക്ക് വലിയ പിന്തുണ നേടിത്തരാൻ കാരണമായതെന്ന് ലാഡർ റിയൽ എസ്റ്റേറ്റ് സാരഥികളായ CN വിജയകൃഷ്ണൻ, PS സുബിൻ എന്നിവർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഭ്യമായ സ്ഥലവും സ്വത്തുക്കളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ലാഡർ വിഭാവന ചെയ്യുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസ വാങ്ങി നാട്ടിൽ ചെലവാക്കാതെ അല്ലെങ്കിൽ അവരെ പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിൽ നിന്നൊരു മാറ്റം അത് ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഞങ്ങൾ ആകാശത്തിന് വില വാങ്ങാറില്ല. ഞങ്ങൾ ഭൂമി വിലക്കെടുത്ത് അതിൽ പ്ലാൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ആളുകളുടെ അടുത്തുനിന്ന് പണം വാങ്ങാറുള്ളത്. മാങ്കാവ് ചാലപ്പുറം റോഡിലാണ് മാങ്കാവ് ഗ്രീൻസ് പദ്ധതി ഉയർന്നു വരുന്നത്. 18 നിലകളുള്ള ഈ പാർപ്പിട സമുച്ചയത്തിന് പുറമെ മഞ്ചേരിയിൽ 13 നിലകളുള്ള ഇന്ത്യ മാളിലും പ്രവാസികളുടെ പിന്തുണ തേടിയാണ് ലാഡർ സാരഥികൾ ദുബൈയിൽ എത്തിയിരിക്കുന്നത്. ജനുവരി ആദ്യവാരത്തിൽ മാളിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ക്രെഡിബിലിറ്റി ടു ദ കസ്റ്റമറും പിന്നെ ടൈംലി ഡെലിവറി. ഞങ്ങൾ സിറ്റി സർവീസ് ബാങ്ക് ഒരു പ്രോജക്റ്റ് തീർത്തു. ദാറ്റ് വി ഡെലിവേർഡ് 2 months earlier. അപ്പോൾ ഇതും ഞങ്ങൾ 2 months earlier ചെയ്യണം എന്നുള്ളതാണ്. ടൈംലി ഡെലിവറി ഇസ് വാട്ട് വി വിൽ ഡു. സഹകരണ സ്ഥാപനങ്ങൾക്ക് കരുത്തേകാൻ പ്രവാസികൾ തീർച്ചയായും വലിയ പങ്ക് വഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലാഡർ സാരഥികൾ. മീഡിയ 1, ദുബൈ. ഖത്തർ ലോകകപ്പിനോടുള്ള എതിർപ്പിന് കാരണം സാമ്പത്തിക താൽപര്യമെന്ന് ഫിഫ പ്രസിഡന്റ് സ്റ്റെപ്പ് ബ്ലാറ്റർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി ഖത്തറിനെതിരെ വൻ സമ്മർദ്ദമുണ്ടാകുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. റോമിൽ മാർപ്പാപ്പയെ സന്ദർശിച്ചതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ഖത്തർ ലോകകപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത്. 2022 ലോകകപ്പ് ഖത്തറിൽ നടത്തുന്നതിനെതിരെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദമുള്ളതായി ബ്ലാറ്റർ തുറന്നടിച്ചു. ഫ്രാൻസും ജർമ്മനിയും ഇതിൽ ഉൾപ്പെടും. സാമ്പത്തിക താൽപര്യമാണ് ഈ രാജ്യങ്ങളുടെ എതിർപ്പിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിനെതിരെ യൂറോപ്യൻ മാധ്യമങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ യൂറോപ്യൻ കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്റ്റേഡിയം നിർമ്മാണം നടത്തുന്ന കമ്പനികളിൽ യൂറോപ്യൻ കമ്പനികളാണ് അധികമെന്നും ബ്ലാറ്റർ പ്രതികരിച്ചു. തൊഴിലാളികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. റമീസ് സാത്യാറ, മീഡിയ 1, ദോഹ. ABC കാർഗോ കപ്പിന് വേണ്ടിയും സിറ്റി ഫ്ലവർ റണ്ണേഴ്സ്-അപ്പ് ട്രോഫിക്ക് വേണ്ടിയും റിയാദിലെ നസ്രിയ അൽ ആസിമ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 7ാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽ റിയാദ് സോക്കർ ഫൈനലിൽ കടന്നു. 2ാം സെമി ഫൈനലിൽ തൻമിയ യൂത്ത് ഇന്ത്യയെ 2-നെതിരെ 5 ഗോളുകൾക്കാണ് റിയാദ് സോക്കർ പരാജയപ്പെടുത്തിയത്.
മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സജിലി ഗ്രൂപ്പ് റോയൽ റിയാദ് സോക്കർ ഫൈനലിൽ ബർത്തുറപ്പിച്ചത്. കളിയുടെ 5-ാം മിനിറ്റിൽ നസ്രി ഹെഡറിലൂടെ സോക്കറിന്റെ ആദ്യ ഗോൾ നേടി. 15-ാം മിനിറ്റിൽ നാജിർ ലീഡ് ഉയർത്തി. 29-ാം മിനിറ്റിൽ സോക്കറിന് വേണ്ടി നജീബ് ഗോൾ അടിച്ചതോടെ സ്കോർ 3-0. നിരവധി അവസരം ലഭിച്ചിട്ടും യൂത്ത് ഇന്ത്യക്ക് ഗോൾ നേടാനായില്ല. കളിയുടെ 2ാം പകുതിയുടെ 16-ാം മിനിറ്റിൽ നജീബ് വീണ്ടും ഗോൾ നേടി. 22-ാം മിനിറ്റിൽ യൂത്ത് ഇന്ത്യക്ക് വേണ്ടി കബീർ ആദ്യ ഗോൾ നേടി. എന്നാൽ 34-ാം മിനിറ്റിൽ ഖാദറിലൂടെ സോക്കർ തങ്ങളുടെ ഗോൾ പട്ടിക തികച്ചു. കളി തീരാൻ 4 മിനിറ്റ് ശേഷിക്കെ കബീർ യൂത്ത് ഇന്ത്യക്ക് വേണ്ടി 2ാം ഗോൾ നേടി. സജിലി ഗ്രൂപ്പിന്റെ ഷിഹാബാണ് കളിയിലെ താരം. വെള്ളിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഷൂട്ടേഴ്സ് കേരളയുമായാണ് റിയാദ് സോക്കർ ഏറ്റുമുട്ടുക. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. KMCC യൂത്ത് വിംഗ് സലാലയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 1-2 ഗോളിന് സാബിൽ വാരിയേഴ്സിനെ ഫാസ് അലുമിനിയം പരാജയപ്പെടുത്തി. അൽ കൗസർ ടീമിനാണ് 3ാം സ്ഥാനം. KMCC യൂത്ത് വിംഗ് സലാലയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരം ISC ചെയർമാൻ മൻപ്രീത് സിംഗ് ആണ് കിക്ക് ഓഫ് ചെയ്തത്. ഗൾഫ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 2-1 സാപ്പിൽ വാരിയേഴ്സിനെ പരാജയപ്പെടുത്തി ഫാസ് അലൂമിനിയം വിജയികളായി. അൽ കൗസർ വാട്ടർ ടീമാണ് 3ാം സ്ഥാനം നേടിയത്. രാത്രി ഏറെ വൈകി ആരംഭിച്ച മത്സരം വീക്ഷിക്കാനെത്തിയ കാണികളെ കൊണ്ട് ഗൾഫ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. വിജയികൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള സാലം മഹാദ് അൽ റവാസ്, ISC ചെയർമാൻ മൻപ്രീത് സിംഗും ട്രോഫികൾ വിതരണം ചെയ്തു. ഷാജി ഇഷിട്ടാദ്യായിരുന്നു. ഒമാൻ ദേശീയ ദിനത്തിന് അഭിവാദ്യം അർപ്പിച്ച് ഒമാൻ പതാകയുമേന്തി കുട്ടികൾ ഗ്രൗണ്ടിൽ അണിനിരന്നിരുന്നു. VA അബ്ദുൽ അസീസ് ഹാജി, അസ്ലം കിഴൂർ, ഷബീർ കാലടി, KTM ഹൈദരലി, മുനീർ മുട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.